നോക്ക് മാഷേ, കൊള്ളാവോ? നല്ലതല്ലേ? ഇത് എന്തുവാ സാറ് പറയുന്നത്? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. തന്നെ എന്താ കുട്ടി ഇവൻ നിന്നെ നീ ഒന്നും പറയണ്ട, ആ കുട്ടി പറയട്ടെ. കുട്ടി പറയൂ. ഒന്നുമില്ല സർ, ഒരു പല്ലി. പല്ലിയോ? അത് കുഴപ്പമില്ല, അതൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ വരും, ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ അല്പം സ്വല്പം സ്ട്രിക്റ്റാന്നേ ഉള്ളൂ, പക്ഷെ കുട്ടി പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോ എന്റെ മാഷേ, കണ്ടാ പറയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചിന്നുന് ഇതുപോലെ വരയ്ക്കാൻ പഠിക്കണം. അതെ, എന്റെ ഫോട്ടോ ഇതിലൊന്ന് വരയ്ക്കൂ പ്ലീസ്. ഇതിൽ വരയ്ക്കോ? എന്നെ നോക്കി വരയ്ക്കേ. ആ വരയ്ക്കോ മാഷേ, വേഗാവട്ടെ. So, coming back. കഴുത കുറുകണുണ്ടല്ലേ, ഇതിന് നല്ല നീ പുറത്തു പോകുന്നായിരുന്നു. നാണല്ലോ അവിടെ തന്നെ നോക്കിയിരിക്കാൻ. കഷ്ടം. കഴിഞ്ഞല്ലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ? ആള് ഭയങ്കര കലിപ്പനാണല്ലേ. ചതിക്കും വഞ്ചനയ്ക്കൊരു നിയമമുള്ളൂ. അത് നീയാലും ശരി, ഞാനായാലും ശരി. അവളോട് മറ്റൊരുത്തനും മിണ്ടി പോകരുത്, പ്രത്യേകിച്ച് നീ. അല്ല പുല്ലേ, ഇപ്പൊ അവളോട് മിണ്ടാത്ത ഒറ്റൊരുത്തരുള്ളൂ, ഈ ഞാൻ. എന്നാലും ഈ എന്നോടോ ബലു സർ, എന്താ കുട്ടി? സാറിനൊന്നും മര്യാദയ്ക്ക് പരിചയപ്പെടാൻ പറ്റില്ല. പരിചയപ്പെടാൻ ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. സാർ, എനിക്ക് സാറിനോട് കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ. സാറ് അടിക്കോ? ഞാനോ? നോ, ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്, യു നോ. എന്താ സംഭവം? അല്ലാതെ കുപ്പിയിലല്ല, ഷട്ടിലിന്റെ ആവും. കുഴപ്പമൊന്നുമില്ല. ചേച്ചി പോയിക്കോട്ടെ ചേച്ചി, പ്ലീസ്. പോടാ. ഹലോ ചിന്നു, രാവിലെ ഭയങ്കര ഷോ ആയിരുന്നല്ലോ. ഷോയോ? ഞാനോ? മോളെ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഞങ്ങൾ ആരാന്ന് ഈ ക്യാമ്പസിലുള്ളവർക്ക് അറിയാം, മനസ്സിലായോ? എന്താണ്, എവിടാണ്? കാണാറില്ലല്ലോ. പിണങ്ങല്ലേ? പോണേടാ, ഞാൻ മഞ്ഞി. ഹലോ അമ്മായിസ്, പോണേടാ. നോക്കി ഫിൽത്തി ചേച്ചി കൂടുതലുള്ള കുട്ടി നല്ലതോ. നിന്നെ ആദ്യം പരിചയപ്പെട്ടത് ഞാൻ, നിന്നെ സ്വീകരിച്ചത് ഞാൻ, എന്തിനെ ആ ബാഗ് വരെ തൂക്കിയത് ഞാൻ. എന്നിട്ട് എന്നോട് എന്റെ പേരെങ്കിലും ചോദിച്ചു. കൂലിക്ക് ഇനി എന്തിനാ പേര്? ഇനി കൂലിയുടെ പേര് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ഞാൻ കൂലിനെ വിളിക്കും. എന്നിട്ട് നീ കണ്ടോറൊക്കെ മിണ്ടിയായിരുന്നല്ല, എന്നോടൊരു വാക്കെങ്കിലും ഒരു നോട്ടെങ്കിലും. നീ ഇമോഷണൽ ആവല്ലേ? എന്നോടൊന്നും മിണ്ടായിരുന്നു. കൂലി, my phone number is 9961212043. സവാരിഗിരി. ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലായിക്കോ, തൊലി വെളുപ്പിലോ ലുക്കിലോ അല്ല കാര്യം. മനസ്സിലായോ? മനസ്സിലായോ? എന്നിട്ടാ ഇക്കണ്ട നേരൊക്കെ അവൻ ഫോണും പിടിച്ചിരുന്നു. ബോറടിക്കണില്ലേ? എനിക്കാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ. എങ്ങനെ ഇങ്ങനെ ഇരിക്കണേ? ഞാനേ അവന്മാരെ വിളിക്കാൻ പോവാ.
ഹലോ ചിന്നു, ഞാൻ എത്ര നേരം ഇതിലൂടെ വെയിറ്റ് ചെയ്തിരിക്കണു? ചിന്നു വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ? ഞാൻ എന്നോട് മിണ്ടണ്ട. ഈ താടകന്മാരുടെ ഇടയിൽ കൊണ്ട് ഇട്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിളിക്കില്ല. അവളാടെ വിളിച്ചത് ചിന്നു, ഇനി വിളിക്കൂലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞ അങ്ങ് പോവാണോ? ഞാൻ വിളിക്കാൻ പോണായിരുന്നു. ആണോ? എന്നതാ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. എന്നാ പിന്നെ വെച്ചിട്ട് പോവാൻ മേലെ. രാത്രി പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാതെ. കളിയാക്കണല്ലേ? എന്നാ ഞാൻ വെക്കട്ടെ. ഓ, അപ്പൊ ഇത്ര ഉള്ളൂ അല്ലേ? ഇവിടെ ഞാനും എന്റെ എലീസക്കുട്ടി മാത്രമേ ഉള്ളൂ. അവിടെ ആരുള്ളത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണല്ലോ ഇവിടുത്തെ മെയിൻ. എന്നാ മെയിൻ ചേട്ടൻ ഒന്ന് ടെറസിലേക്ക് വന്നേ. ടെറസിലേക്കാ? ഒറ്റ നോട്ടത് പറഞ്ഞ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ പയ്യന്മാരെ പോലെയായിരുന്നു ഞങ്ങളവൾക്ക്. ഒരാഴ്ച കൊണ്ട് അവളെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണമെന്ന് വിചാരിച്ച ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് അവൾ കയ്യിലെടുത്തു, ഞങ്ങൾ പോലും അറിയാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ജന്തുവിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രാവശ്യം പറ്റിയെന്നേ ഉള്ളൂ. അടുത്ത പ്രശ്നം തന്നെ സത്യം. ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നേ? ഇല്ലല്ല, നിങ്ങളാണെന്നോ? ഞാൻ വരാം. കഴിഞ്ഞോടാ? ഇതിപ്പോ കഴിയുക. പിന്നെ മറ്റേ ഫ്ലെക്സിന്റെ കാര്യം നിന്നെ ഏൽപ്പിച്ചതല്ലേ? അത് ഞാൻ ഒന്ന് ചെയ്യാന്ന് വെച്ചാ. അവളെ കുറിച്ച് ക്യാമ്പസിൽ അല്ലറച്ചില്ല ടോക്കൊക്കെ വരുന്നുണ്ട്. അത് കാര്യാക്കാനൊന്നുമില്ലടാ. ഈ തൊട്ടും പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഈ പറഞ്ഞു നടക്കുന്നവരെ നാവടപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലടാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എനിക്കറിയാലോ അവളെ. നീ അവളോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അപ്പോൾ ശരി.